ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി തിയേറ്ററുകളിൽ വൻ വിജയം നേടുകയും അതോടൊപ്പം തന്നെ OTT റിലീസിന് ശേഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന സിനിമയാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് സൗദി വെള്ളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത തുടരും എന്ന സിനിമ. തുടരും എന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ട് കുറച്ചു പേർക്കെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടാകുക എന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സിനിമയുടെ ക്ലൈമാക്സും അതോടൊപ്പം തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള മോഹൻലാലിന്റെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സിനിമകളുടെ റെഫറൻസുമാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്ത് നോക്കുവാൻ വേണ്ടി പോകുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് സംസാരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സിനിമ കണ്ടവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലറായി അനുഭവപ്പെടും. തുടരുമെന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സംശയമാണ് ബെൻസ് എന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കാറിന്റെ ഡിക്കിയിൽ എങ്ങനെയാണ് തന്റെ മകന്റെ പേഴ്സ് വന്നത് എന്ന്. കാരണം ബിനു പപ്പു അവതരിപ്പിച്ച കഥാപാത്രം തന്റെ മകനെ കൊന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് വലിച്ച് എഴിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ അടിവസ്ത്രം മാത്രം ധരിച്ച ഒരു ബോഡിയാണ് നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതേ ബോഡി തന്നെയാണ് പിന്നീട് ബിനു പപ്പു എടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് വെക്കുന്നതായിട്ടും നമുക്ക് സിനിമയിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ അടിവസ്ത്രം മാത്രം ധരിച്ച ഒരു ബോഡി കാറിന്റെ ഡിക്കിയിൽ വെച്ച് പിന്നീട് അത് ചാക്കിൽ കെട്ടി പുറത്തേക്ക് തള്ളുന്ന അവസരത്തിൽ എങ്ങനെയാണ് പേഴ്സ് ഈ കാറിന്റെ ഉള്ളിൽ വരിക എന്നത് എല്ലാവർക്കും ഉണ്ടാകുവാൻ സാധ്യതയുള്ള സംശയമാണ്. ഇതിനുത്തരം പ്രധാനമായിട്ടും സിനിമയിൽ നിന്നും അതോടൊപ്പം തന്നെ സിനിമയുടെ സംവിധായകനായ തരുൺ മൂർത്തി ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞു തരുന്നുണ്ട്. ഉരുൾപൊട്ടലിന്റെ അവസരത്തിൽ ബോഡി കണ്ടെത്തുന്ന സിറ്റുവേഷനിൽ ഒരു ന്യൂസ് ക്ലിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ബോഡിയിൽ നിന്ന് ലഭിച്ച യൂണിഫോം വെച്ചുകൊണ്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യുവാൻ വേണ്ടിയാണ് പോലീസുകാർ ശ്രമിക്കുന്നതെന്ന്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, അടിവസ്ത്രം ധരിച്ച ബോഡി മാത്രമല്ല, മകൻ ധരിച്ച യൂണിഫോം എല്ലാം തന്നെ ഈ ചാക്കിൽ എടുത്തു വെച്ചിരുന്നുവെന്ന് ഈ ഒരു ന്യൂസ് ക്ലിപ്പിങ്ങിലൂടെ തന്നെ വ്യക്തമാണ്. അങ്ങനെ യൂണിഫോം വെക്കുന്ന അവസരത്തിൽ പേഴ്സും അതിനോടൊപ്പം തന്നെ ചാക്കിനുള്ളിലാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഈ ചാക്ക് പുറത്തേക്കെടുത്ത് ബോഡി കൊണ്ട് കളയുവാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചാക്കിനുള്ളിലെ ചെറിയൊരു ദ്വാരവും അതിന്റെ ഉള്ളിൽ നിന്ന് കാല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ദ്വാരത്തിൽ നിന്നായിരിക്കാം ചാക്കിനുള്ളിൽ ഉപേക്ഷിച്ച പേഴ്സ് കാറിന്റെ ഡിക്കിയിൽ വന്നകപ്പെടുന്നത്. പിന്നീട് രണ്ടാമതായിട്ട് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള സംശയം, സിനിമയുടെ അവസാന ഭാഗത്ത് തന്റെ മകനെ ഇല്ലാതാക്കിയ 2 പോലീസുകാരെ മോഹൻലാൽ കൊല്ലുകയും തുടർന്ന് ആ ബോഡി തന്റെ സ്വന്തം കാറിൽ തന്റെ മകനെ വെച്ചതുപോലെ തന്നെ കാറിനുള്ളിൽ വെച്ച് കാടിനുള്ളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള സീനിൽ നമ്മൾ കാണുന്നത് മോഹൻലാലിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. എന്നാൽ ഈ ഒരു കോടതിയിൽ ഹാജരാക്കുന്ന സീൻ നോക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും പോലീസുകാരെ കൊന്നതിന്റെ പേരിലല്ല, നേരെ മറിച്ച് തന്റെ മകനെ കൊന്നു എന്ന തെറ്റിദ്ധാരണയുടെ പേരിലാണ്. അപ്പോഴും വ്യക്തമാകാത്ത ഒരു കാര്യം, ഈ 2 ബോഡിയും കാറും എന്ത് ചെയ്തു എന്നാണ്. കാരണം ഇതിന്റെ പേരിലല്ല മോഹൻലാലിനെ പിടിച്ചുകൊണ്ട് ഹാജരാക്കുന്നതായിട്ട് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ തുടരും എന്ന സിനിമയുടെ സക്സസിന് ശേഷം ഇതിന്റെ രണ്ടാം ഭാഗം വരികയും രണ്ടാം ഭാഗത്തിലായിരിക്കാം ഒരുപക്ഷെ കാറിന്റെയും ബോഡിയുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ത്രെഡായിട്ട് തരുൺ മൂർത്തി ഒരുപക്ഷെ ഈ കാറും ഈ 2 ബോഡിയും പ്ലേസ് ചെയ്തതാകാനാണ് സാധ്യത കൂടുതൽ. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ദൃശ്യം ഫ്രാഞ്ചൈസി. ദൃശ്യം സിനിമയിൽ കാണുന്നത് പോലെ തന്നെ ഒരു എലമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു സീരീസ് ഇറക്കുന്ന പോലെ തുടരുമെന്ന സിനിമ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കാറും ഈ 2 പോലീസുകാരുടെ തിരോധാനവുമായിരിക്കാം ഒരുപക്ഷെ രണ്ടാം ഭാഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുവാൻ പോകുന്നത്. തുടരുമെന്ന സിനിമയിൽ മോഹൻലാൽ തന്നെ അഭിനയിച്ച മറ്റു പല സിനിമകളുടെയും റെഫറൻസ് ഡയലോഗുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ആറാട്ട് എന്ന സിനിമയിലെ ഏജന്റ് എക്സ് മുതൽ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന സിനിമയിലെ ഡയലോഗ് വരെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇതെല്ലാം സിനിമയ്ക്ക് ഒരു കോമഡി എലമെന്റ് നൽകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുടരുമെന്ന സിനിമ കണ്ടപ്പോൾ പ്രധാനമായും നോട്ടീസ് ചെയ്ത മോഹൻലാലിന്റെ തന്നെ 2 പ്രധാന സിനിമകളിൽ ഒന്നാണ് ദൃശ്യവും അതോടൊപ്പം തന്നെ ഒപ്പവും. ഈ 2 സിനിമകളുടെയും എലമെന്റുകൾ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒപ്പം സിനിമയിൽ നമ്മൾ കാണുന്നതാണ് അന്ധനായ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം പോലീസ് സ്റ്റേഷനിൽ ഫൈറ്റ് നടത്തുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം തനിക്കെതിരെ വരുന്ന പോലീസുകാരുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഫൈറ്റ് നടത്തുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന പ്രധാന റെഫറൻസ് ദൃശ്യവുമായിട്ടാണ്. ദൃശ്യം എന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഫാമിലി മാൻ തന്റെ മകളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ പോരാടുന്നതാണ് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ അതേപോലെ തന്നെ തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്റെ മകനെ ഇല്ലാതാക്കിയതിനെതിരെയുള്ള പോരാട്ടവും പ്രതികാരവുമാണ് ഈ ഒരു സിനിമയിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ദൃശ്യവും ഒപ്പവും അതോടൊപ്പം തന്നെ
തുടരും എന്ന സിനിമയും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അധികാരമുള്ള പവറുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ നടത്തുന്ന പോരാട്ടവും പ്രതിരോധത്തിന്റെയും കഥയാണ് ഈ 3 സിനിമകളും പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഈ ഒരു 3 സിനിമയും നമുക്ക് കണക്ട് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.